അടഞ്ഞുകിടക്കുന്ന സ്വകാര്യ കശുവണ്ടി ഫാക്ടറികൾ സർക്കാർ ഏറ്റെടുക്കണമെന്ന് AITUC സംസ്ഥാന ജനറൽ സെക്രട്ടറി KP രാജേന്ദ്രൻ. AITUC പ്രക്ഷോഭ പ്രചാരണ ജാഥയ്ക്ക് കൊല്ലം ചിന്നക്കടയിൽ നൽകിയ സ്വീകരണത്തിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. AITUC ജാഥയുടെ കൊല്ലത്തെ സ്വീകരണ സമ്മേളനം CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം മുല്ലക്കര രത്നാകരൻ ഉദ്ഘാടനം ചെയ്തു. ഒരു ബിവറേജ് കോർപ്പറേഷന്റെ മുമ്പിൽ ചെന്നാൽ ഒരുമിച്ച് കൂടി തീർക്കാവുന്നതാണ്. പക്ഷേ നഗരവർഗീയത അതല്ല, അത് ഒളിച്ചു വെക്കപ്പെട്ട ഒരു അജണ്ടയാണ്. അത് മുതലാളിത്തം ലാഭത്തിന് വേണ്ടി മനുഷ്യനെ ഒന്നിപ്പിക്കാതിരിക്കാൻ ശ്രമിക്കുന്ന ഒരു അടവാണ്. ഇന്നത്തെ ഇന്ത്യ അതാണ്. അതിനെ നേരിട്ട് എതിർക്കാൻ പറ്റാതെ അതിൽ ഇന്ത്യയിലെ പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പരാജയമുണ്ട്. കോൺഗ്രസിന്റെ പരാജയം വമ്പിച്ച പരാജയമാണ്. കോൺഗ്രസിന്റെ പാർലമെന്റിലെ ചില പ്രസംഗങ്ങളൊക്കെ കോൺഗ്രസ്സുകാരെടുത്ത് രാഹുൽ ഗാന്ധി അത് പറഞ്ഞു. എന്തോ പ്രിയങ്ക ഗാന്ധി കന്നി പ്രസംഗം തന്നെ മിന്നി എന്നൊക്കെ പറയും. ഒരു മിന്നലുമില്ല. ഈ ഭരണകക്ഷി എടുക്കുന്ന തന്ത്രങ്ങളുടെ കെണിയിൽ ചെന്ന് വീണ് ഇരയാവുകയാണ് ഇവരാണ് സത്യത്തിൽ രാജ്യത്ത് ഈ സ്വത്തുക്കൾ വിറ്റു തുടങ്ങിയത്. കാശുള്ളവൻ കൈ നീട്ടിയാൽ അവർക്കുള്ള കാശിന് രാജ്യത്തെ വിൽക്കാൻ തീരുമാനിച്ചത് കോൺഗ്രസ് ആണ്. കേന്ദ്ര സർക്കാർ തൊഴിലാളികളെ പ്രതികൂലമായി ബാധിക്കുന്ന നിയമങ്ങൾ നിർമ്മിക്കുകയാണെന്ന് മുല്ലക്കര രത്നാകരൻ കുറ്റപ്പെടുത്തി. രാജ്യത്തെ മുഴുവൻ തൊഴിലാളികളുടെയും വേതനം വർദ്ധിപ്പിക്കണമെന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദേശീയ കൗൺസിൽ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ നടപ്പാക്കണമെന്ന് മുല്ലക്കര രത്നാകരൻ ആവശ്യപ്പെട്ടു. ജാഥാംഗങ്ങൾക്ക് പ്രവർത്തകർ സ്വീകരണം നൽകി. ജാഥ വൈസ് ക്യാപ്റ്റൻ CP മുരളി, ഡയറക്ടർ അഡ്വക്കേറ്റ് R സജിലാൽ, ജാഥാംഗങ്ങളായ KS ഇന്ദുശേഖരൻ നായർ, PV സത്യനേശൻ, അഡ്വക്കേറ്റ് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ, അഡ്വക്കേറ്റ് G ലാലു, MG രാഹുൽ, A ശോഭ, CPI ജില്ലാ സെക്രട്ടറി PS സുബാൽ MLA, ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് സാം K ഡാനിയൽ, സംസ്ഥാന കൗൺസിൽ അംഗങ്ങളായ അഡ്വക്കേറ്റ് R വിജയകുമാർ, ഹണി ബെഞ്ചമിൻ, S വേണുഗോപാൽ എന്നിവർ സംസാരിച്ചു. CPI ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് A രാജീവ്, A ബിജു, AITUC ജില്ലാ ട്രഷറർ മോഹൻദാസ് എന്നിവർ പങ്കെടുത്തു. BJP കൊണ്ടുപോയത് വിൽക്കാൻ കൊണ്ടുപോയത് ആട്ടോയിലാണെങ്കിൽ ഇവർ കൊണ്ടുപോകുന്നത് വലിയ കണ്ടെയ്നറാണെന്ന് വ്യത്യാസമേ ഉള്ളൂ. ഇപ്പം തന്നെ ചിലർ പറഞ്ഞു ഈ കേരളത്തിൽ നിന്ന് പലതും വിദേശത്തേക്ക് കയറ്റുമതി ചെയ്യുന്നുണ്ട്. ഇന്ത്യയിൽ നിന്ന് മൊത്തമായി, സത്യത്തിൽ ഇന്ത്യ മൊത്തമായി ഒരു കപ്പലിൽ കയറാത്തത് കൊണ്ടാണ് ആരും വിദേശത്ത് കൊണ്ടുപോകാത്തത്. ജാഥ സ്വീകരണ സംഘാടക സമിതി കൺവീനർ P രാജു സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.